ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഡോക്ടർ എന്ന പദം ഉപയോഗിക്കാമോ എന്നുള്ളത് വളരെ നാളുകളായി ഒരു കോൺട്രവേഴ്സിയായ വിഷയമാണ്. പലപ്പോഴും പല കേസുകളും ഒക്കെ കോടതിയിൽ ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിനൊരു നിയമപരിരക്ഷ വന്നത് 2021 നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആക്ട് പാർലമെൻറ്റിൽ വരികയും ആ നിയമം പാസ്സായതിന് അനുബന്ധിച്ച് 2023 നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ കൗൺസിൽ രൂപീകൃതമാവുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് കൗൺസിൽസ് രൂപീകൃതമാവുകയും ചെയ്തു. ഈ കൗൺസിൽ ആക്ട് നൽകുന്ന ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ പ്രകാരം ഉണ്ടാക്കിയ കരിക്കുലത്തിൽ ആണ് ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ എന്ന പ്രിഫിക്സ് ഉപയോഗിക്കാം, ബ്രാക്കറ്റിൽ PT എന്ന പദം പൊതുജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കണം എന്ന രീതിയിലുള്ള നിയമം വന്ന് ഇതിനെയാണ് ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്കൽ മെഡിസിനും അനുബന്ധ മെഡിക്കൽ സംഘടനകളും ചേർന്ന് ഒരു നിവേദനം കൊടുക്കുകയും റിട്ട് ഹർജി കൊടുക്കുകയും അത് ഇപ്പോൾ വ്യാഴാഴ്ച അതിൻ്റെ വിധി വരികയും ചെയ്യുകയുണ്ടായി. ഇപ്പോൾ നമുക്കറിയാം ഓരോ പ്രൊഫഷനെയും നിയന്ത്രിക്കുന്ന അതിൻ്റെതായ കൗൺസിലുകളാണ്. മെഡിക്കൽ കൗൺസിൽ ആണെങ്കിൽ മെഡിക്കൽ പ്രാക്ടീസിനെ റെഗുലേറ്റ് ചെയ്യുന്ന മെഡിക്കൽ കൗൺസിലിൻ്റെ ആക്റ്റാണ്. NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ട് പ്രകാരമാണ് അതിൽ നിഷ്കർഷിക്കുന്ന വ്യവസ്ഥകൾ പാലിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഡെൻറ്റിസ്റ്റുകളാണെങ്കിൽ ഡെൻ്റൽ കൗൺസിൽ ആക്ട് പ്രകാരമാണ്, ആയുർവേദമാണെങ്കിൽ ആയുഷ് പ്രകാരമാണ്, ഹോമിയോ ആണെങ്കിൽ ഹോമിയോ കൗൺസിൽ ആക്ട് പ്രകാരമാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏത് പ്രൊഫഷനും മെഡിക്കൽ മേഖലയിലുള്ള ഏത് പ്രൊഫഷനും എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കോഡ് ഓഫ് കോണ്ടക്റ്റ് അടക്കം ഉള്ള നിയമാവലി കൗൺസിലാണ് പുറപ്പെടുവിക്കുന്നത്. അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ കൗൺസിൽ രൂപീകൃതമാക്കിയ നിയമങ്ങൾ വ്യവസ്ഥ അനുസരിച്ചാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ പ്രിഫിക്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ഇതിനെ ചലഞ്ച് കൊണ്ട് വന്ന ഒരു കേസിൽ ജസ്റ്റിസ് VG അരുൺ സാറിൻ്റെ ബെഞ്ചിൽ നിന്നാണ് ഇങ്ങനൊരു വിധി വന്നത്. ഈ കേസിൻ്റെ നാൾവഴികളിൽ വാദങ്ങൾ നടക്കുമ്പോൾ നാഷണൽ കമ്മീഷൻ്റെ ആക്റ്റുകളും 1965 മെഡിക്കൽ ആക്റ്റുകളും ഒക്കെ തലനാരിഴ കീറി പരിശോധിക്കുകയും അതിൽ അദ്ദേഹം കണ്ടെത്തിയത് ഈ NMC നാഷണൽ മെഡിക്കൽ കമ്മീഷനിലും ഈ 1965 മെഡിക്കൽ ആക്റ്റിലും ഒന്നും ആര് ഡോക്ടർ പ്രിഫിക്സ് വെക്കണം, എങ്ങനെ വെക്കണം എന്നുള്ളതിനെപ്പറ്റി ഒരു നിയമാവലി ഇല്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും നമ്മളുടെ നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷനിനകത്ത് ഈ ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഡോക്ടർ പ്രിഫിക്സ് വെക്കണമെന്നും ബ്രാക്കറ്റിൽ PT വെക്കണമെന്നും വ്യക്തമായ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ എന്ന പദം ചികിത്സകൻ എന്ന ഒരു അർത്ഥത്തിലാണ് എടുക്കുന്നത്. ആ ഒരു അംഗീകാരത്തിന് വേണ്ടിയാണ് എല്ലാ പ്രൊഫഷനിൽപ്പെട്ട ആൾക്കാരും അംഗീകൃതമായ പ്രൊഫഷനിൽപ്പെട്ട ആൾക്കാരെല്ലാം ഈ ഡോക്ടർ പ്രിഫിക്സ് ഉപയോഗിക്കുന്നത്. ഫിസിയോതെറാപ്പിസ്റ്റുകൾ എന്ന് പറഞ്ഞ് എടുത്തു പറയുകയാണെങ്കിൽ BPT ബാച്ചിലർ ബിരുദം ബേസിക് അടിസ്ഥാന യോഗ്യത BPT കഴിഞ്ഞവർക്കാണ് ഡോക്ടർ പ്രിഫിക്സ് വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിനാണെങ്കിൽ BOTയും ഫിസിയോതെറാപ്പിസ്റ്റിനാണെങ്കിൽ BPT അടിസ്ഥാന യോഗ്യതയുള്ളവരാണ് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന നിയമപ്രകാരം കഴിയുന്നത്. ഇനി ആ വിധിയിൽ രണ്ടാമത് വന്നിരിക്കുന്നത് ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീഷണർ ആണെന്നുള്ളതിനെ ചലഞ്ച് ചെയ്താണ് കൊടുത്തിരുന്നത്. അപ്പം ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീഷണർ എന്ന് പദം കൊണ്ട് ഉപയോഗിക്കുന്നത് എല്ലാ രോഗങ്ങളും നമ്മൾ ചികിത്സിക്കുന്നു എന്നല്ല, നമ്മളുടെ മേഖലയിൽ വരുന്ന രോഗങ്ങൾക്ക് നമുക്ക് ചികിത്സ നൽകുകയും അത് നമ്മുടെ മേഖലയിൽ പെടാത്ത രോഗികളെ പരിശോധിച്ച് അതിന് കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് റെഫർ ചെയ്യും. ക്രോസ് റെഫറൽ സിസ്റ്റമാണ് മെഡിസിനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കാർഡിയോളജിയിൽ ഒരു പേഷ്യൻ്റ് വന്നാൽ നടുവേദന ഉണ്ടെങ്കിൽ കാർഡിയോളജിസ്റ്റ് ഓർത്തോപെഡീഷ്യന് റെഫർ ചെയ്യുന്ന പോലെ ഒരു സംവിധാനമാണ്. നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷാഘാതം വരുന്ന ഒരു രോഗി ഒരിക്കലും നേരിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. നമ്മുടെ കരിക്കുലത്തിൻ്റെ അടുത്തുകൊണ്ട് ഈവൻ അങ്ങനെ ഒരു പേഷ്യൻ്റ് വിലക്കുറവായിട്ട് വന്നാൽ തന്നെ നമുക്കറിയാം ഇത് ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകേണ്ട കേസാണ് എന്നറിയാൻ നമുക്ക് ന്യൂറോളജിസ്റ്റിന് റെഫർ ചെയ്യാൻ കഴിയും. സാധാരണ ഈ ഫസ്റ്റ് കോൺടാക്ട് പേഴ്സൺ എന്ന് പറയുന്നത് സാധാരണയായി വരുന്ന പ്രശ്നങ്ങൾ നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് ഫിസിയോതെറാപ്പിസ്റ്റ്. നടുവേദന, മുട്ടുവേദന, കഴുത്ത് വേദന എന്ന് വെച്ചാൽ അത് ബ്രോഡായിട്ട് പറയുവാണെങ്കിൽ ഫങ്ഷണൽ സിസ്റ്റമിക് പ്രശ്നത്തെക്കാൾ കൂടുതൽ ഫങ്ഷണൽ കാര്യങ്ങളാണ് നമുക്ക് സാധാരണയായി കണ്ടുവരുന്നത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾക്ക് ഫസ്റ്റ് കോൺടാക്ട് പേഴ്സൺ എന്ന് പറയുമ്പോൾ മാത്രമേ നേരിട്ട് കൺസൾട്ട് ചെയ്യാനുള്ള ഒരു അധികാരം വരുള്ളൂ. ആ അധികാരം കൂടി കോടതി നമുക്ക് നൽകിയിരിക്കുകയാണ്. പിന്നെ ഡോക്ടർ പ്രിഫിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു പൊതുജന അംഗീകാരത്തിന് വേണ്ടിയുള്ള ഒരു ടൈറ്റിൽ. അതിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ തന്നെ പഠിച്ചവൻ എന്നർത്ഥം മാത്രമാണ് അതിനകത്ത്
ഉള്ളത്. അപ്പോൾ ഈ വിധിയോടുകൂടി നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഫിസിയോതെറാപ്പിയുടെ ഡെഫിനിഷൻ, അതിന് വ്യക്തമായൊരു ഡെഫിനിഷൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഫഷൻ എന്താണ് എന്നുള്ള വ്യക്തമായ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ഡെഫിനിഷൻ നിയമപരമായി സാധൂകരിക്കപ്പെടുകയും ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ എന്ന പദം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റും ഡോക്ടർ എന്ന പദം ഉപയോഗിക്കാം എന്നുള്ളത് നിയമപരമായി സാധൂകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ വിധിയുടെ ഒരു മെറിറ്റ്. ഇപ്പോൾ ഈ വിധിയോടുകൂടി ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീഷണേഴ്സ് ആവാണ്. ആ കമ്മീഷൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ഫിസിയോതെറാപ്പിസ്റ്റിനെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ 3600 മണിക്കൂറിൽ കൂടുതൽ പഠന ദൈർഘ്യം ഉള്ള ആൾക്കാരെയാണ് ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. ഫിസിയോതെറാപ്പിസ്റ്റും ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റും ഈ കാറ്റഗറിയിലാണ് വരുന്നത്. ഇത് ഫിസിയോതെറാപ്പിയുടെ അടിസ്ഥാന യോഗ്യതയായ ബാച്ചിലർ ബിരുദത്തിലാണ് 3600 മണിക്കൂറിൽ കൂടുതൽ പഠിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടെ ചേർത്ത് പറയുകയാണ് 8000 മണിക്കൂറിൽ കൂടുതൽ ഈ ചികിത്സാ ശാഖയെപ്പറ്റി അല്ലെങ്കിൽ ഈ ചികിത്സാ രീതിയെപ്പറ്റി പഠിക്കുന്ന ആൾക്കാർക്ക് ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരു തടസ്സവും വരേണ്ട കാര്യമില്ല. കാരണം ഈ വിഷയം ആധികാരികമായി കൂടുതലായി പഠിക്കുന്ന വ്യക്തികൾ ഫിസിയോതെറാപ്പിസ്റ്റുകൾ തന്നെയാണ്. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ചെറിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫിസിയോതെറാപ്പിക്കുള്ള റെഫറൻസ്, ക്രോസ് റെഫറൻസ് അല്ല വരാറുള്ളത്. ഈ ഇത്രയും പഠിച്ച ഞങ്ങളോട് എന്ത് ചെയ്യണം എന്ന രീതിയിലുള്ളൊരു പ്രിസ്ക്രിപ്ഷൻസാണ് ഒരു ചെറിയ വിഭാഗത്തിൽ നിന്നായാൽ പോലും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലും നല്ലത് ഈ വിഷയത്തിൽ നമ്മളാണ് കുറച്ചുകൂടെ കൂടുതലായി അല്ലെങ്കിൽ അതിൻ്റെ അറ്റ് ദ മാക്സിമം പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കാണ് കുറച്ചുകൂടെ അസസ് ചെയ്യാൻ കഴിയുകയും ആവശ്യമായ ശുപാർശ ചെയ്യപ്പെടുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നത് നമുക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇതര മെഡിക്കൽ സ്പെഷ്യാലിറ്റികളിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് ക്രോസ് റെഫറൻസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയുന്നത്.